നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയാണ് 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായിരിക്കുന്നത്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്കെതിരെ FB പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാണ് കണ്ണൂർ സൈബർ പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു അർജുൻ ആയങ്കി. 5 ദിവസത്തേക്കാണ് ഇത്തരത്തിലൊരു കസ്റ്റഡി ആവശ്യപ്പെട്ടത് കണ്ണൂർ സൈബർ പോലീസ്. പക്ഷേ 3 ദിവസം മാത്രമേ കോടതി അനുവദിച്ചുള്ളൂ. കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന വാദമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. 5 ദിവസത്തോളം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു, പക്ഷെ അത് നിരാകരിക്കപ്പെട്ടു. 3 ദിവസത്തിനുള്ളിൽ പോലീസിന് തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അന്വേഷണം, തെളിവെടുപ്പ്, അങ്ങനെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം. 3-ാം ദിവസം കോടതിയിൽ ഹാജരാക്കിയിരിക്കണം എന്നാണ് നിർദ്ദേശം. അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ ദേഹപരിശോധന സമയത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണെന്നും വ്യാജ തെളിവ് ഉണ്ടാക്കാനാണ് ശ്രമമെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ കസ്റ്റഡി അനുവദിക്കരുതെന്ന ആവശ്യമാണ് പ്രതിഭാഗം ശക്തമായി വാദിച്ചത്. ആ വാദങ്ങളൊക്കെ അപ്രസക്തമായി പോയി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ലെന്നും മറ്റൊരു മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാധ്യമങ്ങളിൽ ഇന്നും അർജുനോട് പ്രതികരണം ആരാഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പോസ്റ്റൊക്കെ ഇട്ടത് ആരാണ്? ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടത് ആരാണ്? പ്രണവ് എന്ന സുഹൃത്താണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന് ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അർജുൻ ആയങ്കി പറയുന്നത് എല്ലാം ചെയ്തത് ഞാനാണ്, ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം എന്നൊരു പ്രതികരണമാണ് അർജുൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശേഷം പോലീസ് വാഹനത്തിലേക്ക് കയറി പോവുകയായിരുന്നു. എന്തായാലും എല്ലാം ചെയ്തത് താനാണ് എന്നാണ് അർജുൻ ഏറ്റു പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇതിനിടയിൽ അർജുൻ ആയങ്കി പിടികൂടിയ അപ്പാർട്ട്മെന്റിൽ ഒരു അഭിഭാഷക ദമ്പതികൾ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നാണ് അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയത്. പോലീസ് എത്തിയപ്പോൾ അറസ്റ്റ് വാറന്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ഇവർ തടഞ്ഞിരുന്നു. അഭിഭാഷക ദമ്പതികൾ തടഞ്ഞിരുന്നു എന്ന വിവരം പുറത്തു വന്നിരുന്നു. ആ അഭിഭാഷക ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. കീഴടങ്ങാൻ വേണ്ടി നിയമസഹായം തേടാൻ വന്നപ്പോഴാണ് തന്റെ വീട്ടിൽ നിന്നും അർജുൻ ആയങ്കിയെ പിടികൂടിയതെന്ന് അഭിഭാഷകയായ ഡെലീറ്റ ടൈറ്റസ് പറഞ്ഞു. അഡ്വക്കേറ്റ് സഹായത്തോടെ കീഴടങ്ങാനായിരുന്നു അർജുൻ അന്ന് വീട്ടിലെത്തിയത്. ആ ഫ്ലാറ്റിൽ CCTV ദൃശ്യങ്ങളുണ്ട്. അത് എനിക്കറിയാവുന്ന കാര്യമാണ്, അതുപോലെ തന്നെ അർജുനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രചരിക്കുന്നത് പോലെ താൻ തന്റെ വീട്ടിൽ ഒളിവിൽ ഇരിക്കാനല്ല അർജുൻ വന്നത്, നിയമസഹായം തേടി എത്തിയതാണ്. അവിടെ ഒളിപ്പിക്കലല്ലായിരുന്നു ഉദ്ദേശം, ഒളിപ്പിക്കേണ്ട ആവശ്യകതയുമില്ല. അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തെറ്റാണ് എന്നും അഡ്വക്കേറ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന വിവരമാണ് ഈ അഡ്വക്കേറ്റ് ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് അർജുൻ ആയങ്കി പിടികൂടിയത്. അവിടെ ഒളിപ്പിക്കലായിരുന്നു ലക്ഷ്യം എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. എന്നാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് നൽകിയിരിക്കുന്നത്. അതേസമയം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. അർജുൻ ആയങ്കി ഒളിച്ചിരിപ്പുണ്ടെന്ന പേരിൽ മല്ലപ്പള്ളി കാട്ടാമലയിലെ വീടുകളിൽ പോലീസ് പരിശോധന നടന്നിരുന്നു. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ആ ജനങ്ങൾ രംഗത്ത് വന്നിരുന്നു. അർജുൻ ആയങ്കി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന ആരോപണം ഉയർത്തി പോലീസ് വലിയ രീതിയിൽ പരിശോധന നടത്തി. ഇതിനെതിരെയാണ് ജനം പ്രതികരിച്ചത്. ഈ പോലീസ് പരിശോധനയ്ക്കെതിരെ CPM കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുകയാണ്. മാർച്ചിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു അടക്കമുണ്ടായിരുന്നു. അദ്ദേഹം പോലീസിന് നേരെ ഭീഷണി മുഴക്കി. അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർക്കായി പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ ഇത്തരത്തിൽ ഇവരുടെ വീടുകളിൽ കയറി ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പാവപ്പെട്ടവരുടെ വീട്ടിൽ കയറിയാൽ നിങ്ങൾ വന്നതുപോലെ പോകില്ല എന്നായിരുന്നു പോലീസിന് നേരെ ഉദയഭാനുവിന്റെ ഭീഷണി. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കില്ലെങ്കിൽ രീതി മാറ്റുമെന്നും CPM നേതാവ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അർജുൻ ആയങ്കിയായി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പത്തനംതിട്ടയിലെ CPM DYFI നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തിയത്. സംഭവത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ച് CPM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരുന്നു. മല്ലപ്പള്ളി കാട്ടാമലയിലെ CPM DYFI നേതാക്കളുടെ വീടുകളിലാണ് പോലീസ് കയറി ഇറങ്ങിയത്. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധ മാർച്ചൊക്കെ സംഘടിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വമാണ് പോലീസിന് തെറ്റായ വിവരം നൽകിയതെന്നാണ് CPMന്റെ ആരോപണം. തെറ്റായ വിവരം പോലീസിന് നൽകിയവർക്കെതിരെ നടപടി വേണമെന്നും
മനുഷ്യാവകാശം ലംഘിച്ച് പരിശോധന നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം. അതേസമയം കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി കോതമംഗലം ഊന്നുകൽ സിഐമാരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുണ്ടായി. തലശ്ശേരി സബ് ജയിലിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു അർജുൻ ആയങ്കി കോതമംഗലം SHO പ്രശാന്തിനെ ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഭീഷണി. സമാധാനമായി പെൻഷൻ വാങ്ങി ശിഷ്ട ജീവിതം നയിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ആയങ്കിയുടെ ഭീഷണി. കോതമംഗലം സർക്കിൾ ഏമാൻ ഒരു മനസ്സ് തുറന്ന കത്തെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അർജുന്റെ പോസ്റ്റ്. ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു തങ്ങൾക്കെതിരായ പോലീസ് നടപടിയെന്നും അർജുൻ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പോലീസ് നടപടിയിൽ ഞങ്ങൾ ആരും ക്ഷമിച്ച് വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങില്ലെന്നും ഭീഷണിയുണ്ടായിരുന്നു. ഇതിനിടെയായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അർജുനായി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ നിരവധി തവണ അർജുൻ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ച് രംഗത്തെത്തി. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞായറാഴ്ചയായിരുന്നു അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം അർജുനെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം ഈ ഒളിവിൽ കഴിയുന്നതിനിടെ അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ വീഡിയോ സന്ദേശമൊക്കെ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. മരിക്കുന്നത് വരെ താൻ ക്രിമിനലായി ജീവിക്കണമെന്നാണോ പറയുന്നതെന്ന ചോദ്യമാണ് അർജുൻ ആയങ്കി ഉന്നയിച്ചത്. ആഭ്യന്തരമന്ത്രിയെ താൻ വെല്ലുവിളിച്ചിട്ടില്ല. കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചാൽ നേരിട്ടെത്തി പൊന്നാട അണിയിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കി അവന്റെ ജീവിതം തകർത്ത കേസ് പുനരന്വേഷിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി ആഭ്യന്തരമന്ത്രി തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. താൻ ചാകാൻ തീരുമാനിച്ച ആളാണെന്നും അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ചത്താലും കുഴപ്പമില്ലെന്നും അർജുൻ ആയങ്കി പറഞ്ഞു. തന്റെ ജീവിതം നഷ്ടപ്പെട്ടതാണ്, തന്റെ ജീവിതം തന്റെ കയ്യിൽ നിന്ന് പോയതാണ്. അങ്ങനെ ഒരാൾക്ക് വെടികൊണ്ട് മരിക്കണോ, സൈനൈഡ് കഴിക്കണോ, പൊട്ടിത്തെറിക്കണോ എന്നെല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഒരാളെയും വെല്ലുവിളിക്കാനില്ല, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചെന്നൊക്കെ പറയുന്നു. എന്തിനാണ് വെല്ലുവിളിച്ചത്? എനിക്കെതിരെ എടുത്ത കള്ളക്കേസ് അത് പുനരന്വേഷിക്കാനാണ് പറഞ്ഞത്. ഒരു മന്ത്രിയോട് ഒരു കേസ് പുനരന്വേഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെയാണ് വെല്ലുവിളിയാകുക? ഒരു കള്ളക്കേസല്ലേ, ഒരു മനുഷ്യനല്ലേ പറയുന്നത്. പാർട്ടിയൊക്കെ പിന്നീടാവാം, മനുഷ്യനല്ലേ എന്ന പരിഗണന നൽകിക്കൂടെ എന്ന ചോദ്യവും അർജുൻ ഉന്നയിച്ചു. എന്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ് രമേശ് ചെന്നിത്തലയെ പൊന്നാട അണിയിക്കുമെന്ന്. കാരണം നമ്മളെ അത്രയും ബുദ്ധിമുട്ടിച്ച് ദ്രോഹിച്ച താറുമാറാക്കിയ ഒരു സംഭവമാണിത്. അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ആ സിഇഒയോട് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ ജീവിതമാണെന്ന്. അതിനുള്ള മറുപടി ചെയ്തിട്ട് ഇനി വേറെ എന്ത് പണിയെടുക്കുമെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അന്ന് ഇറങ്ങി വന്നത്. നിരപരാധികൾ വേട്ടയാടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരമുണ്ടല്ലോ, അതിന് പക്വത ഉണ്ടാകണമെന്നില്ല. അത് കോടതിയിൽ നിന്ന് പോലും അയാളെ ഹാബിച്വൽ ഒഫൻഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്നാവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ എന്നാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്കും സ്വയം നവീകരിക്കപ്പെട്ട് ഈ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി, പുതിയൊരു മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശമില്ലേ? മരിക്കുന്നത് വരെ ഞാൻ ക്രിമിനൽ ആകണോ, അതോ എന്നെ മരിക്കുന്നത് വരെ ക്രിമിനലാക്കി കൊല്ലുക എന്നതാണോ കേരള പോലീസിന്റെ ഉദ്ദേശം എന്നതടക്കമുള്ള ചോദ്യമായിരുന്നു ഒളിവിനിടെ അർജുൻ ആയങ്കി മുന്നോട്ട് വെച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.